ഹലോ എല്ലാവർക്കും ലിജോസ് ന്യൂബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങള് പ്ലം കേക്ക് ആണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ക്രിസ്മസ് എല്ലാം ഇങ്ങ് അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം ധന്വിന് ഞങ്ങളുടെ കൂടെ ഇന്നുണ്ട്. ധന്വിനും പ്ലം കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പോകട്ടോ. ഞാൻ അവൈലബിൾ ആണ്. കാരണം സ്കൂൾ ഹോളിഡേസ് തുടങ്ങി. അപ്പൊ ആദ്യമേ പറഞ്ഞു ഞാനും ബേക്ക് ചെയ്യാൻ വേണ്ടി ഇപ്രാവശ്യം കൂടുന്നുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ബേക്കിംഗ്. ഓക്കെ, നമുക്ക് പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. എന്തൊക്കെ സാധനങ്ങളാ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് മിക്സ് ഉണ്ട്, പിന്നെ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 5 മുട്ടയുണ്ട്, പിന്നെ കാഷ്യൂസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഒരു 2 ആക്കി വെച്ചതും, പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, സോൾട്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ ബട്ടർ, പിന്നെ ഷുഗർ, പിന്നെ വേണ്ടത് സിനമൺ പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ വാനില എസൻസ്. അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാൽ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ബട്ടറാണ്, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ നമ്മുടെ ബട്ടർ നമ്മളിതേ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. 1 2 ഇട്ടോ നീ 3 ഒക്കെ വെച്ചേക്ക്. അപ്പൊ നമ്മള് കുറച്ച് ഷുഗർ ഇട്ടിട്ടുള്ളൂ, കാരണം ഞാൻ ഓൾറെഡി കാരമലൈസ് ചെയ്ത് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഷുഗർ കയറ്റുന്നില്ല. നമുക്ക് ഇപ്പൊ ആവശ്യത്തിന് നിങ്ങൾ ഷുഗർ ചേർക്കുക. നിങ്ങൾക്കിപ്പോ കൂടുതലും മധുരം വേണമെങ്കിൽ, കാരണം നമ്മുടെ ഈ പ്ലം കേക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഫ്രൂട്ട് മിക്സ് ചേർക്കുന്നുണ്ട്. അതിന്റെ മധുരമുണ്ട്, ഓറഞ്ച് ജ്യൂസിനകത്ത് ഞാൻ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, അതിന്റെ മധുരമുണ്ട്, പിന്നെ കൂടാതെ കാരമലൈസ്ഡ് ഷുഗറും പിന്നെ ഇതും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര മധുരമല്ലേ. അപ്പം അതുകൊണ്ട് ഇച്ചിരി ഷുഗർ കുറച്ചിട്ടായിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു 1 കിലോ എടുക്കുവാണെങ്കിൽ, 1 കിലോ മൈദ എടുക്കുവാണെങ്കിൽ 1 കിലോ ഷുഗർ കാരമലൈസ് ചെയ്യാൻ അതിന്റെ പകുതിയും ബാക്കി നമുക്ക് ഇവിടെ ബീറ്റ് ചെയ്യാനും കൂടെ എടുക്കുക. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ എഗ്ഗ് നമ്മളിപ്പോ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയണത്, എഗ്ഗ് 5 എണ്ണം എടുത്തേക്കുന്നത്. നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. 2 എണ്ണം വീതം എടുത്ത് ബീറ്റ് ചെയ്യണം. നമുക്കൊരു 3 കേക്ക് ഉണ്ടാക്കണം. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇത് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിക്കുന്നത്. നമുക്ക് പ്ലം കേക്ക് ഒത്തിരി നാളെടുത്ത് വെക്കാൻ പറ്റുമല്ലോ. ഇനി ഞങ്ങള് ധന്വിനും ധ്യാനും ദിവ്യ ഒന്നും സമ്മതിക്കൂല, എന്നാലും ഞങ്ങൾ എടുത്തു വെക്കും അല്ലേടാ. ഓക്കെ, അപ്പൊ നമുക്ക് എഗ്ഗ് ബ്രേക്ക് ചെയ്യാം. 1 ഓക്കെ, നമ്മുടെ 2 മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഹോൾഡ് ചെയ്യേ. നമ്മൾ 3 മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൈദ എടുത്ത് വെച്ചിട്ടില്ലേ, മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ പിന്നെ ഇപ്പൊ നല്ലപോലെ മിക്സും ആയി കിട്ടുവേ. ഇതിലിപ്പോ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയാണ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഈ സിനമൺ നമ്മൾ ഒത്തിരി ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു രുചിയില്ലേ, അത് ഒത്തിരി കൂടുതലായി നമുക്ക് ആ പ്ലം കേക്കിന്റെ ആ രുചി അങ്ങ് നഷ്ടപ്പെടും. പിന്നെ വേണ്ടത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കേട്ടോ. ജിഞ്ചർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലോറിൽ നിന്ന് നമ്മൾ ഒരു 2 ടീസ്പൂൺ ഫ്ലോർ ഇതിനകത്തോട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുക. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ഈ ഫ്രൂട്ട് മിക്സിന് ഭാരമുള്ളതല്ലേ, അപ്പം ഭാരമുള്ള സാധനം ലിക്വിഡിൽ താന്നു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ
മൈദയിൽ ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് കിടക്കുവാണെങ്കിൽ എല്ലായിടത്തോട്ടും ഒരുമിച്ച് കിടന്നോളും. നൈസ് സ്മെല്ലാണ്. നൈസ് സ്മെല്ലാണോ? സ്മെല്ലാണോ? നമ്മള് മൈദയിൽ ഒന്ന് എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടയും ബട്ടറും ഷുഗറും ഒക്കെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലായിരുന്നു, അതിനോട്ട് നമ്മുടെ ഫ്ലോർ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാ. ഞാൻ കുറച്ചായിട്ട് ഇതിനകത്തോട്ട് മൈദ ഇട്ട് കൊടുക്കുവാണ്. കാരമലൈസ്ഡ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതൊന്നും കൂടെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ബീറ്റ് ചെയ്യുക. അമ്മേനെ കൂടെ അടിപൊളിയായിട്ട് ടച്ച് ബീറ്റ് ചെയ്യുന്നില്ല. മതിയില്ലേ? നമ്മൾ ഇതിനകത്ത് ഒരു സാധനവും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. വാനില എസൻസും കൂടെ ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ നല്ല എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുത്താലോ? ഫുൾ ഇടണോ അതോ കുറച്ചിട്ടാ? കുറച്ചിട്ട് ഞാൻ ഇളക്കിക്കോട്ടെ. ക്യാഷോ നല്ലപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അതും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ അതങ്ങ് മിക്സ് ആക്കിക്കാം. ഹാപ്പി ആയോ? ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 കേക്ക് ബേക്ക് ചെയ്യാൻ നമ്മൾ നോക്കട്ടെ, കൂടുതലുണ്ടോ എന്ന് അറിയത്തില്ല. എനിവേ 3 എണ്ണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് ഞങ്ങൾ ഫ്ലേവർ മാസ്റ്ററിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 2 എണ്ണം നമ്മുടെ സാധാരണ ഓവനിൽ. അപ്പൊ നമ്മൾ ഓവൻ എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഫ്ലേവർ മാസ്റ്ററിൽ അതിന്റെ കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ സെറ്റ് ചെയ്ത് ഓട്ടോ സെറ്റ് എല്ലാ കാര്യങ്ങളും. ഇതില് നമ്മൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെക്കാൻ. അത് നമ്മളൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 to 45 മിനിറ്റ്സ്. ഓക്കെ, അത് മതി. അതിൽ നമ്മൾ ഒരു ട്രേയിൽ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതിലെ എയറും കൂടെ ഒന്ന് കളയണം. അപ്പൊ ഇങ്ങനെ സൈഡിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഈ ടൂത്ത്പിക്ക് ഇരിക്കില്ലേ, അത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പൊ ഈ ഉള്ളിലെ എയർ ബബിൾസ് പോയി കിട്ടാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് നമുക്ക് 2-3 കാഷ്യൂസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ള ട്രേയിലോട്ടും ഒഴിച്ചു വെക്കാൻ വേണ്ടി പോവാണേ. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യപ്പോൾ ഉള്ളിൽ ആ ബബിൾസ് ഒക്കെ ഉണ്ടെന്ന് മാറി, എന്നിട്ട് ഒന്നും കൂടെ ഞാൻ തട്ടി കൊടുക്കും. അപ്പൊ അത് നിരപ്പായിട്ട് കിട്ടും. നമ്മുടെ 2ാമത്തെ ട്രേയും റെഡി ആയിട്ടുണ്ട്. നമുക്കത് സൈഡിലോട്ട് മാറ്റാം. ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മൾ കേക്ക് മിക്സ് ഏതായാലും നമ്മൾ ട്രെയിലെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പൊ നമുക്കിനി ഓവനകത്ത് കയറ്റി വെക്കണ്ടേ. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡയറക്ട്ലി ഇനി ഓവനകത്ത് കയറ്റി വെക്കാൻ പോകട്ടെ. ഞങ്ങളുടെ കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്ലേവർ മാസ്റ്ററിൽ വെച്ചതാ. അത് This is good. This is fun. This is good. both good. ഞാൻ എക്സൈറ്റഡ് ആണ്. വെരി എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ കേക്ക് കട്ട് ചെയ്തതിന് മുമ്പ് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. We wish you a happy Christmas. Happy birthday Jesus. Happy birthday Jesus. ജീസസിന്റെ ബർത്ത്ഡേ അല്ലേ. നമുക്കത് കട്ട് ചെയ്തിട്ട് ആദ്യം ഇവരെ കാണിച്ചു കൊടുക്കണ്ടത് എങ്ങനെയുണ്ടെന്ന്. നോക്കിക്കേ, അതിന്റെ ഉള്ളു ഉണ്ടോ? അപ്പൊ നോക്കിയേ, നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കേ, യമ്മി യമ്മി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. You guys like it? All right. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ഷെയറും ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. Take care. Bye. Happy Christmas. Happy Christmas. Happy Christmas.